രോഹിത് ശർമ്മയെ പോലെ ഒരു ക്യാപ്റ്റനെ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ ടീമിനൊരു ബാധ്യതയാണ്. പുറത്തിരുത്തിയിട്ട് മികച്ച താരങ്ങൾക്ക് അവസരം കൊടുക്കണം. പറയുന്നത് വേറെ ആരുമല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പഴയ ടീം ഡയറക്ടറും പിന്നെ നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കായിക ലേഖകനും വിലയിരുത്തലുകാരനും പിന്നെ ഒറൈറ്ററും ക്യുസറും ഒക്കെ ആയിട്ട് വിലയിരുത്തപ്പെടുന്ന ജോയ് ഭട്ടാചാര്യയെ കുറിച്ചാണ്. ഈ ജോയ് ഭട്ടാചാര്യ ഒരുപാട് മേഖലകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഭട്ടാചാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യയിൽ കളിക്കാൻ ഏറ്റവും മികച്ച 2 പേര് യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലുമാണ്. ഇവരിൽ 2 പേരിൽ ഒരാളെ രോഹിത് ശർമ്മ എന്ന നായകനെ ഉൾപ്പെടുത്തേണ്ട ബാധ്യതയുള്ളത് കൊണ്ട് മാത്രം പുറത്തിരുത്തേണ്ടി വരുന്നുണ്ട്. ഏറ്റവും മികച്ച 2 താരങ്ങളിൽ ഒരാളെ ഒരാളെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട് അയാളെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് മെറിറ്റിൽ വന്ന ഒരാളെ പുറത്തിരുത്തേണ്ടി വരിക എന്നത് ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാളെ ക്യാപ്റ്റനായിട്ട് അനൗൺസ് ചെയ്ത് അയാളെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മികച്ച ഒരാളെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഇതിന് മാറ്റം വരേണ്ടതാണ്. ബാധ്യതയാവുന്ന ഒരാളെ ക്യാപ്റ്റനാക്കരുത് എന്നാണ് ജോയ് ഭട്ടാചാര്യ പറയുന്നത്. ഈ ജോയ് ഭട്ടാചാര്യ ഇങ്ങനെയൊക്കെ പറയും, എന്താണെന്നറിയില്ല, എന്തെങ്കിലും വിരോധം ഉണ്ടായിരിക്കാം. പക്ഷേ രോഹിത് ശർമ്മ എന്ന മനുഷ്യൻ അവിടെ ഉള്ളത് പലർക്കും ഒരു വിശ്വാസം തന്നെയാണ്. ഇപ്പം രോഹിത് ഒരു ബാധ്യതയാണ്, ക്യാപ്റ്റനാക്കണ്ടെന്നൊക്കെ ഭട്ടാചാര്യ പറയുന്നുണ്ട്. ഭട്ടാചാര്യ ടീം ഡയറക്ടറായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടുത്ത സീസണിൽ രോഹിത്തിനെ പിടിച്ച് ക്യാപ്റ്റനാക്കുകയോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും ഭട്ടാചാര്യയുടെ അഭിപ്രായത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പോടേ.